ഞാനിപ്പോഴേ ഈ ക്രിസ്ത്യാനോനെ മാറ്റിയിട്ട് ഇവിടെ ചേട്ടനെ വെച്ചാലോ എന്ന് വിചാരിക്കുകയാണ്. അതല്ല, സിആറിന് ട്രൗസർ വച്ചാണ്. ഇത് ഈ ഗ്രീൻ സ്ക്രീൻ വെക്കുമ്പോഴേ നമ്മളിപ്പോ ഇതിൽ പരസ്യം ചെയ്യുന്നവർക്ക് പരസ്യം ചെയ്യാം. അപ്പൊ കണ്ടില്ലേ നമ്മളെ ബാപ്കോന്റെ ഇത് നമ്മളിതിൽ വെക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ ഗ്രീൻ സ്ക്രീന് വേണ്ടി നമ്മൾ ക്രോമാക്കി വെക്കുമ്പോഴേ സിആറിന്റെ ട്രൗസറും പോവാണ്, പച്ച മൊത്തം പോവല്ലോ. അപ്പൊ ട്രൗസർ ഇല്ലാത്ത സിആറിനെ അവിടെ വെക്കണ്ട വെച്ചിട്ടാണ് നമ്മള് പുറമില്ല. അത് വേറെ സംഭവമൊന്നുമല്ല. ചേട്ടനാകുമ്പോ മഞ്ഞയാണ് അല്ലെങ്കിൽ നീലയാണ്, പ്രശ്നമില്ല. ചേട്ടന്റെ കളി കണ്ടിട്ട് ഇപ്പൊ എല്ലാരും കണ്ണല്ലി നിൽക്കുകയാണല്ലോ. CSK വീണ്ടും ട്രാക്കിലായല്ലോ. രണ്ടാം തല എന്നൊക്കെയാണ് ഇപ്പൊ ആൾക്കാർ പറഞ്ഞത്. പിന്നെത്താ നിങ്ങൾ CSK ഫാൻസ് നിങ്ങൾ അത് അംഗീകരിക്കാനേ പാടില്ല. പിന്നെന്താ, ചേട്ടന്റെ വഴിക്ക് പോട്ടെ. ഞങ്ങൾ ചേട്ടനെ കൂടെ നിൽക്കണം. ഞാൻ പല പല ലക്ഷ്യങ്ങൾ വെച്ചിട്ടാണ്. അപ്പൊ കാണണ്ടല്ലോ കളി ചേട്ടൻ ട്രാക്കിലായി. CSK വീണ്ടും തലന്റെ സ്ഥാനത്ത് വേറെ ആള് ആലേക്കാൻ കഴിയണില്ല. നമുക്ക് വലിയതൊന്നും ഞങ്ങൾ ടീമിനോട്. പക്ഷെ അതിന്റെ ഉള്ളിൽ കൂടി കുത്തിയിരിപ്പുണ്ടാക്കാൻ അത് തലയും ചേട്ടനും ഋതു ഒക്കെ കൂടിയാണ് കൊണ്ടുപോയിക്കോളൂ. നിങ്ങളെ കാര്യം നോക്കി ഒറ്റ കളി ജയിച്ചാൻ പറ്റാതെ വന്നിങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങൾക്കൊരു പോയിന്റ് ഉണ്ട്. അത് മഴ തൊലിച്ചിട്ട് ഒഴിച്ചപ്പോ അങ്ങനെ പെറുക്കി എടുത്ത് കയ്യിന്ന് ആ ചളിവെള്ളം അങ്ങനെ ഒഴിച്ച് ആ പോയിന്റ് ഉള്ളൂ. ഞങ്ങൾ മൊത്തത്തിൽ പയച്ചേക്കണേ. പക്ഷെ നിങ്ങളല്ലെങ്കിലും എന്തിനാണ് ആകെ പഴിച്ച് ഗോളായ ഒരു ടീം. നിങ്ങൾ നിർത്തിപ്പോയി കളിന്ന്. ഇന്നലൊക്കെ കണ്ടില്ല ഞങ്ങളെ 100ന്റെ ഒക്കെ കയറി. 100 കഴിഞ്ഞു. നല്ല സമയം വന്നപ്പോ മൊത്തം നല്ല സമയമായിരിക്കാം. ബോളിങ് ശരിയാക്കാം, ഫീൽഡിങ് ശരിയാക്കാം, ബാറ്റിംഗ് ശരിയാക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയില്ല എന്തപ്പോ ചെയ്യാന്ന് വിചാരിച്ചില്ലേ. എന്തോ ഭാഗത്തിന് എല്ലാരും ഉണ്ടോ കാര്യം നടക്കും. താലയാണ് ഇതിന്റെ പുറകിൽ നിന്നലെ മറ്റേ ഞങ്ങളെ ബോളിംഗ് കോച്ച് പറഞ്ഞല്ലോ. താലയാണ് കൊറേ നേരം സംസാരിച്ചു നൂറിനോട് എന്താ കാട്ടേണ്ടതൊക്കെ പറഞ്ഞു കൊടുത്ത് ടിപ്പൊക്കെ കൊടുത്താണ്ട് വിട്ട്. ബാക്കി അഖിൽ ഹുസൈനും കൂടി പറഞ്ഞിട്ട് ചെക്കൻ നേരായി. തോടാൻ കൂടി കിട്ടുണ്ടോനെ. തോടാൻ കിട്ടിയ അൺപ്ലേയബിൾ എല്ലാ ഈ ചെക്കന്മാര് പണി വെട്ട് കളിച്ചിട്ട് കാമറുങ്കിന്റെ കുട്ടി. നിങ്ങൾ എത്ര കോടിയ ചങ്ങായി കൊടുത്ത്? എന്തിനാണ് അയാളെ കുറ്റിയാണ് പോയ പോക്ക്. നിങ്ങൾക്ക് ഇപ്പൊ പറയാനുള്ള വോയിസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാനല്ലേ. ഇനിയിപ്പോ നിങ്ങൾ പിരിച്ചിട. നിങ്ങൾ ഉണ്ടാക്കല് മാത്രല്ല ഈ ടീമാണ് പിരിച്ചിട്ടാണ്. പിരിച്ചിടാനൊന്നും ആയിട്ടില്ല. ഞങ്ങൾ കുറെ മുമ്പൊക്കെ ചാമ്പ്യന്മാരാണ്. ഞങ്ങൾക്ക് പറഞ്ഞോളി. ഞങ്ങൾക്ക് നല്ല ചരിത്രമുണ്ട്. അതെ അതെ, എന്ത് ചരിത്രമുണ്ട്? ഒരു ചരിത്രമില്ല. ചരിത്രം പറയുകയാണെങ്കിൽ നിങ്ങൾ ആ ബുക്ക് തുറക്കണ്ട. ഹിസ്റ്ററി ബുക്ക് തുറന്നാൽ ഞങ്ങളപ്പം പിടിച്ചിരിക്കാൻ പെടാ ആരുമില്ല എന്നുള്ളത്. ഞങ്ങൾക്കുണ്ട് ചരിത്രം. നല്ല ക്യാപ്റ്റന്മാര് വന്നിട്ടുണ്ട്, നല്ല കോച്ച് വന്നിട്ടുണ്ട്, നല്ല ടീമാണ്. പക്ഷെ ഈ പ്രാവശ്യം മൊത്തത്തിൽ പാളി. നിങ്ങൾ പോരാ, പരിക്കൊക്കെയാണ്. അവസാനം നാരായണ ഓപ്പണർ ആക്കിയത്. നാരായണ സൂപ്പർ ബോളിംഗ് ചെയ്തില്ലേ? ബോളിംഗ് അല്ല, ബാറ്റിംഗ് പറഞ്ഞിട്ട് ആ പിച്ച് പിന്നെ സ്പിന്നിന് അനുകൂലമായി ഗ്രിപ്പ് ചെയ്യുണ്ടായിരുന്നു. അതുകൊണ്ട് എറിഞ്ഞ് ഓനും എറിഞ്ഞ് ഞങ്ങൾ അഖിലോസ് ഉസാറായിട്ട് അഖിലോസ് എറിഞ്ഞു. പിന്നെ അത് നരേ ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞാലേ തിരിച്ചു വരും. വെറുതെ തോറ്റു ഓടുന്ന നിർബന്ധമായിട്ട് നിങ്ങൾ തിരിച്ചു പോകണം. അല്ല ചെന്നൈയിലേക്ക് അടുത്ത ഫ്ലൈറ്റിന് കൊൽക്കത്തയിൽ പോയി തിരിച്ചു വരും. നിങ്ങൾ തിരിച്ചു വരും കൊൽക്കത്തയ്ക്ക്. നിങ്ങൾ പറയുമ്പോ ഞങ്ങൾ പറയും തിരിച്ചു പോയിക്കോളി. അതാണ് ഞങ്ങൾ താലയും കൂടി വന്നുള്ള അവസ്ഥ. നിങ്ങള് എന്താ ഈ ടീമിന്റെ മോശമായിരിക്കും. എന്തായാലും വെറുതെ ഇറക്കാൻ കാലം കൂടി വന്നാൽ സാർ ഞങ്ങൾ ആയുഷ് മാത്രം ഒരാളെ കൊണ്ട് പറ്റണ്ട. ഒരു ബാറ്റ്സ്മാൻ തലക്ക് വേണ്ടി മാറിക്കാൻ സാംസൺ തയ്യാറായിക്കാണോ? ചേട്ടൻ ഇപ്പൊ എന്താ തല ചേട്ടൻ നിങ്ങളുടെ ടീമിന്റെ ബാറ്റിംഗ് ഇല്ല. ചേട്ടൻ ഫോം ആയതുകൊണ്ട് നിങ്ങൾ അടിങ്ങൾ കാണില്ല. ചേട്ടനും റവിസും അടിക്കുള്ളൂ. ആയുഷ് മാത്രം രണ്ടും ബെല്ല് അടിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ ഞങ്ങളുടെ കുത്തിരിപ്പ് ഉണ്ടാക്കണ്ട. റവിസും അടിച്ചു, ധൂപമാണെങ്കിൽ ധൂപം വേണ്ട പവം അടിച്ചു, സർഫ് ആണെങ്കിൽ സർഫും അടിച്ചു. മൊത്തത്തിൽ ഇതൊരു കിണ്ണം കാച്ചി ടീമായി മാറിയില്ലേ. നിങ്ങളുടെ ഒരു കഥയാണ്. ഇനിയിപ്പോ ഞങ്ങളെ ഋതു ഒന്ന് ഫോമായി കിട്ടണമെന്നൊരു ഇത് കൂടിയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ 200ന്റെ താഴെ സ്കോർ ഈ IPL ആരെങ്കിലും ഡിഫെൻഡ് ചെയ്തുക ഇല്ലല്ലോ. ഡിഫെൻഡ് ചെയ്ത് ഞങ്ങൾ ജയിച്ചു. തുടർച്ചയായി 2 കളികൾ ഡ്യൂ ഉള്ള സാഹചര്യത്തിൽ ഡിഫെൻഡ് ചെയ്ത് ജയിച്ചു. അതാണ് ഈ ടീമിന്റെ പ്രത്യേകത. ഈ ടീം എന്താണ് ഓൺ ട്രാക്ക് എന്ന് വെറുതെ അങ്ങനെ പറഞ്ഞതല്ല. നിങ്ങളെ വെറുതെ ആ ബൗളിംഗ് ഒന്നും 5 പൈസക്കില്ല. നിങ്ങളെ ടീമേ 5 പൈസക്കില്ല. പിന്നെ എന്തൊക്കെയോ ഒരു തലവരാണ് തെളിഞ്ഞു. അതുപോലെ ഞങ്ങളതും തെളിയും. ടിക്കറ്റ് തെളിയും. വേറെ ഒന്നും നിങ്ങളെ കൊണ്ട് കഴിയൂല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലായിക്കോളി.
ഞങ്ങളിപ്പോ 8ാമതാണ്. ആദ്യം ഞാൻ പറഞ്ഞല്ലോ 10ന്ന് 9 എത്തിയപ്പോ പറഞ്ഞ അടുത്ത കളി 8 പിന്നെ 7 അത് മാത്രമല്ല 8ാമതാണ് ഞങ്ങൾ എന്ന് പറയുമ്പോൾ 4ാമതുള്ള SRC എത്ര പോയിന്റ്? 5 കളി 4 പോയിന്റ്. ഞങ്ങൾക്ക് 5 കളി 4 പോയിന്റ്. വരുന്ന കളികളോട് ഞങ്ങൾ കുതിച്ചു വരുന്ന 4 എത്തിയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. ആ രൂപത്തിലേക്ക് CSK മാറിയിട്ടുണ്ട്. തലയും കൂടി വരുന്നതോടുകൂടി